ടെക് ഹാക്കർക്കിൻ്റെ പുതിയ വീഡിയോ സ്വാഗതം. പലരും വിളിച്ച് ചോദിക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ പെർഗോള സെറ്റ് ചെയ്യാന്നുള്ളത്. പലരും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ പോലെ ഈ 2010 മുതലുള്ള ആ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ ഒരു 10 വർഷത്തിനിടയിൽ പെർഗോളയാക്കി പെട്ടവരാണ്. ചില ആൾക്കാരെങ്കിലും അത് ചെയ്തു, ചില ആൾക്കാരെങ്കിലും ചെയ്യാൻ പറ്റാതെ കാശില്ലാതെയും ചെയ്താൽ ബോറാവുന്ന പ്രശ്നം കൊണ്ടും കാറ്റ് കിട്ടില്ല, അതിലെ കൂടി പ്രാണിയും മറ്റുള്ള ജീവികളും വരുന്നല്ലാണ്ട് കാറ്റ് കിട്ടാത്തതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴേക്കും ഒരു നല്ലൊരു കോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അത് ചെയ്യാണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇന്നത്തത്. കഴിഞ്ഞ വീഡിയോയിൽ 10 അടി ഹൈറ്റിലുള്ള ശരിക്കും നമ്മൾ ഫ്രെയിം വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു. ഇതുവരെ അടക്കുന്ന ഇത്രയും ഹൈറ്റിലുള്ളത് ഞാൻ യൂട്യൂബിലോ മറ്റോ അങ്ങനത്തെ സ്ഥലത്തൊന്നും വീഡിയോ കണ്ടിട്ടില്ല, ആരും ചെയ്തതായിട്ട് എൻ്റെ അറിവിലുമില്ല. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനോട് നമ്മൾ എടുക്കുന്നത് 1.1 സ്ക്വയർ ട്യൂബാണ്. റെക്റ്റാങ്കിൾ സ്ക്വയർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ട്യൂബ് അലൂമിനിയത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഈ ചാനലിലൊക്കെ ഡബിൾ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. 1.1 സ്ക്വയർ ട്യൂബ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ കിച്ചൺ 20s അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ വരുന്നില്ലേ, എന്താ പറയുക, കിച്ചൺ 20s എന്ന് പറയുന്നുണ്ട്, അതല്ലെങ്കിൽ വിൻഡോ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനമല്ലേ, അതിൽ വരുന്ന ഈ കോർണർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കോർണർ സെറ്റാക്കുന്നത്. പിന്നെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സെല്ലാം എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ ഈ 45 ഈ ഒരു ആംഗിളിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട നീളത്തിലാണോ വരുന്നത് ആ നീളം കണക്കാക്കി കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ടോട്ടൽ പറഗോളയുടെ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പണ്ടത്തെ ചായക്കടയിലൊക്കെ ഗ്ലാസ് കണ്ടിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഒക്കെ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പിലൊക്കെ ചെറിയൊരു ഗ്ലാസ് മാത്രം സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിടുത്ത് വരുന്നത് 65 സെൻറ്റിമീറ്ററും ഹൈറ്റ് വരുന്നത് 56. അപ്പോൾ നല്ലൊരു റേഷ്യോയിലുള്ളത്. കോർണർ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ 1.1 വരുന്ന കോർണറാണ്. ഇത് നമ്മളെ 1.25 വരുന്നതാണ്. ഇത് 1.25, അങ്ങനെ ഒരുപാട് ടൈപ്പ് കോർണറുകളുണ്ട്. അപ്പോൾ കോർണറിനെ പറ്റി തന്നെ പറയാമെന്ന് വിചാരിച്ചാൽ ഒരു വീഡിയോ ആക്കേണ്ട സ്കോപ്പ് ഉണ്ട്. ഓരോന്നും പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ കട്ടിങ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ കിച്ചൺ 20s ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഒന്നും നോക്കാനില്ല. നമ്മളിങ്ങനെ കോർണറിൽ വെക്കുന്ന ഒരു സ്ക്രൂ അടിച്ചിട്ട് സെറ്റാക്കി കൊടുക്കുക. എല്ലാവരും ഇപ്പോഴും ക്ലീറ്റ് ആംഗിൾ വെക്കുന്ന, നമ്മൾ അലൂമിനിയത്തിൻ്റെ ക്ലീറ്റ് ആംഗിൾ വെക്കുന്നവരാണ്. ഇതിൻ്റെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു സ്ക്രൂ എടുക്കാൻ പറ്റും, ഇവിടുന്ന് സ്ക്രൂ എടുക്കാൻ പറ്റും. കുറച്ചും കൂടി സ്ട്രെങ്ത്താണ്. നമ്മളിപ്പോൾ ഈ ചാനൽ ഇതിലേക്ക് വരുമ്പോൾ ഈ ചാനൽ ഇവിടത്തേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രെങ്ത്തായി, പിന്നെ ഒറ്റ ആംഗിളായിട്ട് കിട്ടും. പക്ഷെ കുറച്ച് ക്വാളിറ്റിയുള്ളത് നോക്കിയിട്ട് വാങ്ങണം. ഇത് അധികം വരുന്നത് ഈ പഴയ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് അതുകൊണ്ട് മോൾഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അറിയാലോ, ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിപ്പോകുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ സാധനങ്ങൾ വരുന്നുണ്ട്, അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വരുന്നത് നല്ല പ്ലാസ്റ്റിക്കാണ്, അത് പൊട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുക. ചില ഷോപ്പുകളിൽ അവരെ പറ്റിച്ചിട്ട്, ഷോപ്പുകാരെ പറ്റിച്ചിട്ട് പോകുന്നതുകൊണ്ട്, ഒറ്റപ്പെട്ട ഷോപ്പുകളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അറിയാവുന്നവർക്കല്ല, അറിയാത്തവരോട് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഇതൊക്കെ എന്തിനാ ബ്രോ ഇങ്ങനെ പറഞ്ഞ് സമയം നീട്ടുന്നതെന്ന് പറയുന്നവരുണ്ടാവും. ഇത് ഉപകാരപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. കാരണം ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അറിയാവുന്നവർ നേരെ ഓടിക്കോ, അറിയാത്തവർ ജസ്റ്റ് കണ്ടിരിക്കുക. അതാണല്ലോ ഏത് വീഡിയോയുടെ, ഏതൊരു ഇൻഫർമേഷൻ വീഡിയോൻ്റെയും പോളിസി അതാണ്. ഞാൻ ഈ ഭാഗം കൂടി ഒന്ന് സ്ക്രൂ ചെയ്യുന്നുണ്ട്. കോർണർ ഈ കാണുന്ന പോലെയായി. ഇനി ഇവിടത്തേക്കാണ് നമ്മൾ ഈ ഡബിൾ ചാനൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ 53/180 ഉള്ളത്. നമുക്ക് 45 വെച്ചിട്ട് 53/180 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് ഇടുമ്പോൾ അത്തേക്ക് കയറ്റുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പിറകോള വാളത്ര കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫിറ്റ്, ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫിറ്റാക്കാനാണ് പോകുന്നത്. സൈഡിൽ നിന്ന് ഫിറ്റാക്കുന്ന രീതിയിൽ ഫിറ്റാക്കുക. അപ്പോൾ വാളിൽ ബെൻഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് സ്ട്രേറ്റ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 53/180 ഈ ഒരു രൂപത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഈ ചാനൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടിമറിച്ചിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഒരു കാരണവശാലും കട്ട് ചെയ്യുന്നതേ പറയും. കാരണം ഇത് ഓഫാവുന്ന സമയത്ത്, അഥവാ നമ്മൾ താഴ്ത്തി ഓഫാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓഫാക്കിയിട്ട് ആ കൈയോടെ ഇങ്ങനെ എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ ബ്ലേഡ് വന്നിട്ട് ഇവിടെ ഇടിച്ചിട്ട് അത് ബെൻഡായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ആ പ്രശ്നം വരില്ല. അപ്പോൾ 53/180 വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തൂല. അപ്പോൾ ഈ സാധനം ഞാൻ റൊട്ടേറ്റബിൾ ആക്കിയതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് നീളം കൂട്ടാനും പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ നമുക്കിങ്ങനെ നീളം കൂട്ടാം, നീളം കുറക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് വർക്കിങ്ങിന് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ അപ്പോൾ നീളം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അത് ഉണ്ടാക്കിയത്. എല്ലാ വർക്കും എടുക്കുമ്പോൾ നമുക്ക് പണി കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. 53/180 ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാം. സ്ക്രൂ കൊണ്ടാണ് മാർക്ക് ചെയ്യൽ. സ്ക്രൂ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ, മെഷീൻ്റെ മുകളിൽ തന്നെ കട്ടി വെക്കലാണ്. കാരണം നമുക്ക് പെൻസിലാവുമ്പോൾ നമ്മളത് ഷാർപ്പൻ ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ നല്ലൊരു സ്ക്രാച്ച് അവിടെ ആയാൽ പിന്നെ മാറാനുള്ള സാധ്യതയില്ല.
ഇത് കണ്ടിട്ട് വ്യൂ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇത് ചെയ്തേക്കളേ, പ്രൈസ് കുറയാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഈ ചിമ്മിനി കവറാണ്, അവിടെ ഡയറക്റ്റ് വ്യൂ ഇല്ലാത്തൊരു സ്ഥലമാണ്. അതൊക്കെ കാരണമാണ് ഇത് ചെയ്യുന്നത്. ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഗ്യാപ്പും അവർ ലുക്കൊക്കെ അത്ര ഭംഗിയായിരിക്കില്ല. ഓരോരാളെ താല്പര്യം അനുസരിച്ച് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റാക്കാൻ വേണ്ടി പോയെന്ന്. ഇത് വേണമെങ്കിൽ നമ്മൾ എല്ല് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ല പിന്നെ പുറത്തേക്ക് എല്ല് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ സ്ക്രൂ കാണുന്ന സമയത്ത് വൃത്തികേടാണ്. ഇപ്പോൾ ഡയറക്റ്റ് സ്ക്രൂ വരുന്ന രീതിയിലാണ് ചെയ്യുക. ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, ഇവിടെ 2 ഹോളും വരുന്ന രീതിയിൽ. നമ്മൾ ഗ്ലാസ് കയറ്റാൻ വേണ്ടി പോയെന്ന്. മുകളിലത്തെ ഈ ചാനൽ അയച്ചിട്ടാണ് നമ്മൾ ചെയ്യൽ. ഈ ചാനൽ അപ്പോൾ ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റണ്ണർ താഴെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ചാനൽ ഇട്ട് നോക്കുക, എന്നിട്ട് അങ്ങോട്ടേക്ക് ചരിച്ചാൽ മതി. അപ്പോൾ റണ്ണർ ഇട്ട് ഓക്കെ ഇതേപോലെ അടുത്ത ഗ്ലാസും കൂടി കയറ്റിയിട്ട് വേണം മേലെ നമ്മൾ ചാനലിടാൻ വേണ്ടി. നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ് ഇട്ടു. ഇനിയിപ്പോൾ മേലെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനൽ നോക്കും, അതായത് ഡബിൾ ചാനൽ. ഏതോ അതിൻ്റെ സൈഡ് നോക്കണേ. സംഭവം സെറ്റായി. ഇടയ്ക്കൊരു നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ ഭാഗത്ത് മഴ പൊടിയുക അല്ലെങ്കിൽ മഴ പാറുക എന്നൊക്കെ പറയുക. നിങ്ങളങ്ങോട്ടൊക്കെ ചിലപ്പോൾ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ചാറ്റൽ എന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ ഇതാണ് സംഭവം. ഗ്ലാസ്സൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയി. ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴത്തെ ഭാഗം സ്ക്രൂ ചെയ്യാൻ കഴിയില്ല ഈ ഒരു ചാനലിന്. അത് നമ്മൾ 2 എൻഡിൽ മാത്രം ചെയ്തിട്ട് ഗമ്മിഡ് ചെയ്യും. ഇതിൻ്റെ ഈ റണ്ണറിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന വിധത്തിൽ ഈ ഒരു സ്ഥലത്തെ സ്ക്രൂ ചെയ്യാൻ പറ്റും, അല്ലാത്ത സ്ക്രൂ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഓവർ ലെങ്ത് ആണെങ്കിൽ ഇത് ഗമ്മിട്ടിട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. ഇതന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇളകും, ഞാൻ ഒട്ടിച്ചില്ലണ്ട, ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഗമ്മിട്ട് ഒട്ടിക്കുക. മോൾ ഭാഗത്ത് പ്രശ്നമില്ല, മോൾ ഭാഗത്തേക്ക് വരുന്ന സമയത്തേക്ക് അവിടെ സ്ക്രൂ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് പെട്ടെന്ന് തുറന്നടക്കിയും ഇതാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലേക്ക് പോയിട്ട് ഈ സ്ക്രൂവിന് പോയി തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഗ്ലാസ്. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കാണാൻ അത്ര ഭംഗിക്ക് വലിയ കുറവൊന്നുമില്ല, അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം. അപ്പം നല്ല ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൈസ കുറച്ച് ചുരുങ്ങിയിട്ട് വേണ്ടവർക്കും ഈ കാഴ്ച കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്യാപ്പ് ഇതിപ്പോൾ നമ്മൾ സിലിക്കോൺ അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ ചേർന്ന് വരുന്ന ലെവലിലേക്ക് ആക്കാൻ പറ്റില്ല, ആക്കി കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടുന്ന ലെവലിലേക്ക് ഉണ്ടാവുക. കാരണം ചുമര് ബെൻഡുണ്ട്, മുകളിലും താഴെയുള്ള പോലെ അല്ല ഉള്ളത്. രണ്ടും താഴത്തെ മുകളിലും ടച്ച് ചെയ്യുന്നുണ്ട്, സെൻറ്ററിൽ ബെൻഡാവുന്ന രീതിയിലുള്ളത്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെ പിന്നെയും കുറച്ച് അടിപൊളിയാണ്, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ലൈറ്റും കൂടി ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയായി. തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക, ഈ ഒരു രൂപത്തിൽ കിട്ടും. ചെറിയൊരു ഫോഗ് പിടിച്ച പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. എന്താ പറയുക, ഗ്ലാസ് ക്ലീൻ ചെയ്തു, പിന്നെ ഒരു ഈർപ്പം പിടിച്ച പോലത്തെ ഫീൽ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വരുന്നുണ്ട്. ഇത് മൊത്തം അടയുന്നതുകൊണ്ടായിരിക്കോ എന്താണെന്നറിയില്ല. പിന്നെ ഇതിൽ ചെറിയ ചെറിയ ജീവികളെല്ലാം എന്തായാലും അകത്തേക്ക് കയറും കേട്ടോ. ഈ ഗ്യാപ്പിലെ കൂടി ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഭാഗം വരെ കാണിച്ചതാണ്. ഇങ്ങനെ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ജോയിൻ്റ് ആക്കുന്നത്, ഈ ഗ്യാപ്പിലെ കൂടി ചെറിയ ജീവികളെല്ലാം എന്തായാലും കയറും. പൊടി വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വലിയ ജീവികൾ, കാക്ക, പല്ലി, പിന്നെ അതുപോലെ തന്നെ എലി, പൂച്ച പോലത്തെല്ലാം കയറുന്ന ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ആറ്റ ഭാഗത്ത് നിന്ന് കാണുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ പുറമായാലും ഈ കോർണറൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെ ഉണ്ട്. അപ്പോൾ സാമ്പത്തികം സമ്മതിക്കാത്തവർക്കും തൽക്കാലം വേണ്ടിയിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രം വെച്ച് ഏണീൻ്റെ ഒരു റൂം മാത്രം ആക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറകോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്താ ചെയ്യുമെന്നുകൊണ്ട് നിൽക്കുന്നവർ, പൊളിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളവർ, അത്രക്കാർക്കൊക്കെ പറ്റും. 4800 രൂപ ആ റേഞ്ചിൽ കംപ്ലീറ്റ് ഇത്രയും പറകോളാക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ സിംഗിൾ ആക്കുന്നതാണെങ്കിൽ 3 സ്ക്വയർ ഫീറ്റോളം വരും. 3 സ്ക്വയർ ഫീറ്റ് എന്ന സമയത്തേക്ക് 1200. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, അപ്പോൾ ഏകദേശം ഒരു 9000 രൂപയോളം വരും. അപ്പോൾ നേരെ പകുതിയേ വരുന്നുള്ളൂ. തുറക്കാനും അടക്കാനും പറ്റുന്നുള്ളൊരു ഗുണമുണ്ട്. മറ്റേതിൽ നമ്മൾ നടക്കുന്നതാകുന്നത് കുറച്ചുകൂടി കോസ്റ്റ് കൂടും. ഒരു 420 വെച്ചിട്ടുള്ള ഇപ്പോൾ നോർമലി ഫിക്സ്ഡ് ആണ് കൂട്ടിയത്. മറ്റേലേക്ക് വരുന്ന സമയത്തേക്ക് ഏകദേശം 700 രൂപയോളം വരും. അപ്പോൾ ഇത് അങ്ങനെ ഒരു ലാഭം കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.